പ്രിയപ്പെട്ടവരെ, നമ്മളെ സഹായിക്കാനും നമ്മളെ സ്വർഗത്തിലെത്തിക്കാനുമുള്ള വ്യത്യസ്ത ജോലികളുള്ള അധികാരങ്ങളുള്ള മാലാഖമാരെക്കുറിച്ച് നമ്മൾ ഈ മണിക്കൂറിൽ ചിന്തിക്കുകയാണ്. അതായത് പ്രത്യേകിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് നവവൃന്ദം മാലാഖമാരെന്ന്. ഈ നവവൃന്ദം മാലാഖമാർ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട് ഒരിക്കൽ ടോക്കിലൂടെ. ഇവർ ദൈവത്തെ ഏറ്റവും ചുറ്റിപ്പറ്റി ഒരു വൃത്തമായി കഴിയുന്നവരാണിവർ. അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന മാലാഖ സെറാഫ് മാലാഖമാരെന്ന് പറയപ്പെടും. നമ്മൾ ഏശയ്യായുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ അവരെ കാണുന്നുണ്ട്. ദൈവം സിംഹാസനസ്ഥനായിരിക്കുന്നു. ദൈവത്തിൻ്റെ ചുറ്റും സെറാഫിക് മാലാഖമാർ. അവർ ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദൈവത്തിൻ്റെ മഹത്വം ദേവാലയം മുഴുവനും നിറയുന്നു. അപ്പം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, പരിശുദ്ധനെന്ന് സ്തുതിക്കുമ്പോൾ, ഈ മാലാഖമാരോട് ചേർന്ന് നമ്മുടെ സ്തുതിപ്പുകൾ ദൈവസന്നിധി ചെല്ലുന്നു. ഈ മാലാഖമാരുടെ ഒരു കളറിനെ സൂചിപ്പിക്കുന്നത് നല്ല അഗ്നികുണ്ഡം പോലെയാണ്, അഗ്നിയായിട്ടാണ്, തീക്കട്ട പോലെയാണ്. അതാണ് ഏശയ്യാ പ്രവാചകൻ്റെ നാവിൽ ഒരു തീക്കട്ട കൊണ്ടുവന്ന് വെച്ച് സുഖപ്പെടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ദൈവസ്നേഹാഗ്നിയാണ് അതിൻ്റെ അർത്ഥം. അപ്പം ദൈവസ്നേഹാഗ്നിയാൽ നമ്മുടെ പാപങ്ങളും കുറവുകളെല്ലാം അവർ കത്തിച്ച് ചാമ്പലാക്കി കളയുന്നു. അപ്പം കത്തിക്കുക എന്ന് പ്രധാനമായിട്ടും അവരുടെ ഒരു ദൗത്യമാണ്. മാത്രമല്ല, ഞാൻ ചിലപ്പം പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു ദൈവസ്നേഹം ഒഴുക്കി തരുന്നവരാണല്ലോ സെറാഫിക് മാലാഖമാരെ. എപ്പോഴും എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് നിൻ്റെ ദൈവസ്നേഹാഗ്നിയാൽ എന്നെ നിറയ്ക്കണമേ. അപ്പം നമുക്ക് ഒത്തിരി അനുഭവം വരുന്നുണ്ട്. നമുക്ക് ആരോടും വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കാതെ പറ്റുന്നിടത്തോളം നമുക്ക് അവരെ സ്നേഹിക്കാനുള്ള ഒരു കൃപ. അപ്പം ദൈവസ്നേഹാഗ്നിയാൽ ജ്വലിപ്പിക്കുന്നവരാണ് ഈ മാലാഖമാർ. അവർക്ക് ഭക്തിജാലകന്മാരെന്നും കൂടി പേരുണ്ട്. അപ്പം ഇവരുടെ ജോലി നമുക്ക് ദൈവസ്നേഹം ജ്വലിപ്പിക്കുന്നു. മാത്രമല്ല, ദൈവസ്നേഹത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ വരുമ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു നിസാരമായ പാപങ്ങൾ നമുക്ക് അനുതാപം തരുന്നുണ്ട്. അതാണ് ഏശയ്യാ പ്രവാചകനുണ്ടായത്. ഈ സെറാഫിക് മാലാഖമാരുടെ ആ സ്തുതിപ്പും ദൈവസാന്നിധ്യവും കേട്ടപ്പോഴാണ് ഏശയ്യാ പ്രവാചകൻ നിലവിളിക്കുകയാണ്, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യത്തിൽ വസിക്കുന്നവനുമാണ്. ആ നിലവിളിയുടെ ശബ്ദം കേട്ടപ്പോൾ മാലാഖ ഒരു തീക്കട്ട കൊണ്ടുവന്ന് നാവിൽ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇതുവഴി നിന്റെ പാപങ്ങളെല്ലാം മോചിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഏശയ്യാ പ്രവാചകന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനിടയായി. അപ്പം നമുക്കൊക്കെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല, അല്ലെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചില പാപങ്ങളാണ് നമ്മുടെ ആത്മാവിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അപ്പം നമുക്ക് ഈ മാലാഖമാരോട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, എപ്പോഴും ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ എന്ന്. അപ്പം നിന്റെ പാപം മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പം ഏശയ്യാ പ്രവാചകന് വലിയൊരു ശക്തി കിട്ടുകയാണ്. ദൈവം ചോദിക്കുകയാണ്, ഞാൻ ആരെ അയക്കും? അപ്പം പറയാണ്, എന്നെ അയച്ചാലും കേട്ടോ. ദൈവസ്വരം കേൾക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവർ. അതുപോലെ ഏനോക്കിൻ്റെ പുസ്തകത്തിൽ ഈ മാലാഖമാരെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഏനോക്ക് എന്ന ആള് ആദത്തിൻ്റെ 7-ാം തലമുറയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒത്തിരി വിശുദ്ധ ജീവിതം നയിച്ച ഒരാളാണ്. വിശുദ്ധിയിൽ എങ്ങനെ വളർന്നല്ല മാലാഖമാർ പഠിപ്പിച്ച് ഇടയ്ക്കൊക്കെ സ്വർഗത്തിലേക്ക് കൊണ്ടിരുന്നതാണ്. സ്വർഗമൊക്കെ പഠിപ്പിച്ചു കൊടുത്തതാണ് ഈ മാലാഖ. അപ്പം വിശുദ്ധ കുർബാനയിൽ അഗ്നിമയന്മാരെന്ന് പേരെടുത്ത് പറയുന്നുണ്ട്. വൈദികർ പ്രാർത്ഥിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, അഗ്നിമയന്മാർ. അതായത് ഈ മാലാഖയെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത്. ഫ്രാൻസിസ് അസിസിക്ക് പഞ്ചക്ഷതം കൊടുത്തത് ഈ മാലാഖ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി അനുഭവങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ നിരയിലുള്ളവരാണ് ക്രോവേൻ മാലാഖമാർ, അല്ലെങ്കിൽ കെരൂബുകൾ, കെരൂബിം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരും ദൈവിക സിംഹാസനത്തിൻ്റെ 2-ാം നിരയിലുള്ള ഗണമാണ്. അപ്പം ഇവർ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിറമാണ് ഇവർക്ക്. അവരുടെ രൂപം ജ്വലിക്കുന്ന തീക്കനൽ പോലെയായിരുന്നു.
പിന്നെ ഇവർക്ക് വാഹനങ്ങളുടെ ചക്രമൊക്കെ ഉള്ളതായിട്ട് നമ്മൾ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കണ്ടു. കാരണം ദൈവത്തിൻ്റെ വാഹനമായിട്ട് ഇവർ അറിയപ്പെടുന്നു. ഇവർ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നതുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ പരിശുദ്ധി പ്രസരിപ്പിച്ചുകൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ ജോലിയും ദൈവത്തെ നിരന്തരം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് സ്തുതിക്കുകയാണ്. അപ്പം ദൈവത്തെപ്പറ്റി ധ്യാനിക്കാനും ദൈവിക അനുഭവങ്ങൾ നമുക്ക് കൂടുതൽ കിട്ടുന്നതിനും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കിട്ടുന്നതിനൊക്കെ ഈ മാലാഖമാർ നമ്മളെ സഹായിക്കും. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പം യഥാർത്ഥത്തിലെ കെരൂബുകൾ ശക്തരാണെന്നാണ് പറയുന്നത്. സങ്കീർത്തനം 18:10 ഈ കെരൂബിനെ വാഹനമാക്കി ദൈവം പറക്കുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. അതുപോലെ അവരെ സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യമായിട്ടും ദൈവത്തിൻ്റെ രഥം വഹിക്കുന്നവരായും ബൈബിളിൽ നമ്മൾ പല പ്രാവശ്യം പലയിടത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവരോട് നമ്മൾ ചുരുക്കത്തിൽ നമ്മൾ ദൈവിക ജ്ഞാനം വർഷിച്ചു തരണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചാൽ ഇവർ നമ്മളെ സഹായിക്കും. അതായത് ദൈവത്തെ കൂടുതൽ കൂടുതൽ അനുഭവിച്ചറിയുന്നതിനും. മൂന്നാമത്തെ ഒരു ഗണമാണ് ഭദ്രാസനന്മാരായ മാലാഖമാർ. ഇവരെയും നമ്മൾ വിശുദ്ധ കുർബാനയിൽ വൈദികൻ എടുത്ത് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇവർ മൂന്നാം നിരയിലുള്ളവരാണ്. കൊളോസോസ് 1:16 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇരിപ്പിടം എന്നറിയപ്പെടുന്നവരാണ് ഈ ഭദ്രാസന്മാർ. അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയും അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വാതിൽ കാവൽക്കാരുമാണ്. അപ്പം ഇവരോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം അവർ നമുക്കും ആ ദൈവിക വാതിൽ തുറന്നു തരണമെന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇവർ നമ്മളൊക്കെ അതിനുള്ള യോഗ്യതകൾ തന്ന് നമ്മളെ നയിക്കും. മാത്രമല്ല ദൈവത്തിൻ്റെ സ്വരം കേൾപ്പിക്കുന്നത് ഇവരാണ്. ഒരിക്കലും ഒരു സഹോദരൻ പറഞ്ഞു, ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ ഈ മാലാഖയുടെ നല്ല ശക്തമായ ഒരു സ്വരം കേട്ടു, ഇന്ന് നീ റൂട്ട് മാറിപ്പോകണമെന്ന്. അപ്പോൾ ആ സഹോദരൻ അങ്ങനെ ചെയ്തു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇയാളെ ഫോളോ ചെയ്യുന്ന ഒരു ജീപ്പ് നിറയെ കൊട്ടേഷൻകാർ ഇവനെ വധിക്കാൻ വേണ്ടി വരികയായിരുന്നു. പക്ഷെ റൂട്ട് മാറിപ്പോയതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെ മാലാഖമാർ നമ്മളോട് സംസാരിക്കും, ശക്തമായ സ്വരത്തിലൂടെ സമാധാനിക്കും. പിന്നെ ഇവർ ദൈവത്തിൻ്റെ അധികാരം മഹത്വം വഹിക്കുന്നവരാണ്. സമാധാനവും വിധേയത്വവും ഇവർക്കുണ്ട്. പിന്നെ ദൈവിക നീതി ഐക്യം ഇവരോട് പ്രാർത്ഥിച്ചാൽ അത് നടപ്പിലാക്കി തരുന്ന മാലാഖമാരാണ്. ഇവരെപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്കും ദൈവിക ശ്രവണം യഥാർത്ഥമായ എളിമയും നൽകുന്ന ഇവരാണ്. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത ഒരു നിരയിലുള്ളവരാണ് അധികാരങ്ങളും ആധിപത്യന്മാരും. ഇവർ 4ാം നിരയിലുള്ള ഗണമാണ്. ഇവർക്ക് ഇതുപോലെ ദൈവത്തിൻ്റെ സന്ദേശം മറ്റു മാലാഖമാർക്ക് കൊടുക്കുന്നവരാണ്. പിന്നെ ദൈവത്തിൻ്റെ കരുണ ഒഴുക്കി തരുന്നവരാണ്. നമ്മളിലുള്ള ദുശീലങ്ങളെയൊക്കെ വിട പറയാനായിട്ട് ഇവർ നമ്മളെ എപ്പോഴും സഹായിക്കുന്നവരാണ്. ഇവർക്കും വായുവേഗത്തിൽ ഇവർക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മക്കബായക്കാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു കുതിരപ്പുറത്ത് വന്ന മാലാഖമാർ, ദൂതന്മാർ, അവർ ശത്രുക്കളെ കീഴടക്കാൻ ഇവർ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ശത്രുക്കൾ നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാലാഖമാരോട് വിളിച്ചു ചോദിക്കാം. അടുത്ത 5ാം നിരയിലുള്ളവരാണ് ശക്തികൾ അല്ലെങ്കിൽ താത്വികന്മാരായ മാലാഖമാർ. ഇവർ ഒത്തിരി അത്ഭുതം പ്രവർത്തിക്കാനുള്ള ശക്തി ഇവർക്കുണ്ട്. അതായത് മനുഷ്യർക്ക് വേണ്ട ദൈവിക ശക്തി, ധൈര്യം, സാമർഥ്യം ഇവർ നൽകുന്നു. മാത്രമല്ല ഇവർ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ തെറ്റായി ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ടുള്ള കഴിവ്, നന്മകളും നമുക്ക് തരുന്നുണ്ട്. ഇന്ന കാര്യം ഇന്നപോലെ പറയണം, അല്ലെ ഇന്നപോലെ ചെയ്യണം, ഇങ്ങനെയുള്ള ദൈവിക കാര്യങ്ങളെ തിരുത്തി തരുന്നു. ദൈവിക രഹസ്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരാനും സഹായിക്കുന്നതാണ് ഈ താത്വികന്മാരായ മാലാഖമാർ. പിന്നെയുള്ളതാണ് ബലവാന്മാരായ മാലാഖമാർ. ഈ ബലവാന്മാരായ മാലാഖമാരാണ് നമുക്ക് ഒത്തിരി ശക്തി തരുന്നു. എല്ലാവരും പറയും വചനം അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന്. പ്രത്യേകിച്ചും ദൈവകൽപ്പന അനുസരിച്ച് കൃത്യമായി ജീവിക്കാൻ ഈ മാലാഖമാർ നമ്മളെ ബലം തരുന്നു, സഹായിക്കുന്നുണ്ട് ഈ മാലാഖമാർ. അപ്പോൾ നമ്മൾ നിസ്സാരമെന്നോ അല്ലെ ബലഹീനരായി നമുക്ക് പറ്റിയാലെന്ന് നമ്മൾ തള്ളിക്കളയുന്ന കാര്യങ്ങളൊക്കെ ഈ മാലാഖമാരെ ഏൽപ്പിച്ചാൽ അവർ എല്ലാത്തിനും നമുക്ക് കൂട്ടുകൂടും, സഹായിക്കും. അടുത്ത ഗണത്തിൽപ്പെട്ടവരാണ് പ്രാഥമികന്മാരായ മാലാഖമാർ, 7ാം ഗണത്തിൽപ്പെടുന്നു. ഇത് രാജകീയ അധികാരമുള്ളവരാണ്. ഇവർ വലിയ സൈനികരായിട്ട് പ്രത്യക്ഷപ്പെടും. അപ്പം ഇവർ ഒരു വലിയ ഗ്രൂപ്പ് തന്നെയാണ്.
നമ്മൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് അവസാന കാലഘട്ടമൊക്കെ എങ്ങനെയാണെന്ന്. ഈ സന്ദേശം തരാനായിട്ട് ഗബ്രിയേൽ ദൂതനെയാണ് അയക്കുന്നത്. പക്ഷേ ഗബ്രിയേൽ ദൂതൻ വരുമ്പോൾ രാജ്യത്തിൻ്റെ ദൂതന്മാർ തടഞ്ഞെന്ന് നമ്മൾ ബൈബിളിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിലൂടെ വായിക്കുന്നുണ്ട്. അതാരാന്നറിയാവോ? തിന്മയുടെ ശക്തികളാണ്, ശത്രുക്കളാണ് അവർ. അപ്പോൾ ഈ മിഖായേൽ മാലാഖയെ അയച്ച് 21 ദിവസം മിഖായേൽ മാലാഖ ഈ ലോകരാജ്യത്തിൻ്റെ ദൂതന്മാരുമായിട്ട് യുദ്ധം ചെയ്തപ്പോഴാണ് ഈ ഗബ്രിയേൽ ദൂതന് വന്ന് സന്ദേശം അയക്കാൻ സാധിക്കും. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലപ്പം പ്രാർത്ഥിക്കും, ദൈവം സന്ദേശങ്ങളൊക്കെ അയക്കാനായിട്ട് ചിലപ്പം ദൂതന്മാരെ അയച്ചാലും ചില തിന്മകൾ വസിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ചില പുരയിടങ്ങൾ വിൽക്കാൻ പറ്റുന്നില്ല, അല്ലെ വാങ്ങാൻ പറ്റുന്നില്ല, അല്ലെ അവിടെ ജീവിക്കുമ്പം കച്ചറ, ഭയങ്കര വഴക്ക്, അസമാധാനം, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈശോ പറയാണ് അവിടെ തിന്മയുടെ ശക്തി ലോകരാജ്യത്തിൻ്റെ ദൂതന്മാർ കൂടുതലുള്ളതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പ്രാഥമികന്മാരായ മാലാഖമാരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഈ തിന്മയുടെ അരൂപികളെ അവർ കീഴ്പ്പെടുത്തും. അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒത്തിരി ലോകകാര്യങ്ങളിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ മനുഷ്യരെ ഇവർ സഹായിക്കുന്നുണ്ട്. അതുപോലെ ആദത്തിന് ദൈവം കൊടുത്ത അധികാരം, ലോകത്തിലുള്ളവയെല്ലാം എങ്ങനെ ഭരിക്കണം, എന്തു പഠിപ്പിച്ചു കൊടുത്തിരിക്കണം, ശാസ്ത്രീയ കാര്യങ്ങൾ, ലോകത്തിലുള്ള സൃഷ്ടവസ്തുക്കളുടെ രഹസ്യാത്മകതകൾ, മരുന്നുകൾ, ധാതുക്കളുടെ ശക്തി, ഇവയെല്ലാം സ്വന്തമാക്കാൻ ഈ മാലാഖമാരോട് പ്രാർത്ഥിച്ചാൽ അവർ സാധിച്ചു തരും. ഇന്ന മരുന്ന് മതി. ചില രോഗത്തിന്, മാരകമായ രോഗത്തിനൊക്കെ നിസ്സാര മരുന്ന് മതിയായിരിക്കും. അതിന് പകരം നമ്മൾ അതിന് ഓപ്പറേഷൻ ചെയ്യുന്നു, റേഡിയേഷൻ എടുക്കുന്നു. ഒരിക്കലും അംബികാപൂരി ഞാൻ ചെന്നപ്പോൾ അവിടെ വനത്തിൽ നിന്ന് ഒരു നിസ്സാര ചെടിയാണ്, അവിടുത്തെ അച്ഛൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ്. ഏത് ക്യാൻസർ രോഗം മാറും. ഈ നിസ്സാര ചെടിയുടെ ഒരു വേരിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം അത് അരിക്കകത്തിട്ട് വേവിച്ച് കൊടുത്തു. പിന്നെ അവർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അത് ഏത് രോഗികളും ക്യാൻസർ രോഗം മാറിപ്പോകുന്നുണ്ട്, വന്നവർക്ക് വീണ്ടും വരികയല്ല. ഉണ്ടോ? ഇതൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ആരാണ്? ഈ മാലാഖമാരാണ്. അപ്പോൾ ഈ മാലാഖമാർക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, പ്രാഥമികന്മാർ. അപ്പം നമ്മൾ അവരുടെയൊക്കെ സഹായം നമ്മൾ മേടിക്കണം. വെറുതെ മനുഷ്യർ ഒത്തിരി പേര് ഇങ്ങനെ വിഷമിക്കുകയാണ്, അല്ലേ? രോഗപീഠകൾ മൂലം, സാമ്പത്തിക ദുഃഖങ്ങൾ, കുറവുകൾ മൂലം. അപ്പം ഇവർക്കെല്ലാം ഒരു പോംവഴി ഈ മാലാഖമാർ നമ്മളെ സഹായിക്കും. അടുത്ത ഗണത്തിൽ 8ാം ഗണമാണ്. അവിടെയാണ് മുഖ്യദൂതന്മാരായ മാലാഖമാർ. ഇവർക്ക് സപ്താന്മാക്കൾ എന്നും പറയും. ഇവരുടെ നേതാവാണ് മിഖായേൽ മാലാഖ. അപ്പം മിഖായേൽ ദൈവത്തിൻ്റെ ശക്തി എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അപ്പം ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ്. അപ്പം അത് എസെക്കിയേൽ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലോകം മുഴുവനും തിന്മയ്ക്ക് അടിമപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ മിഖായേൽ മാലാഖയും കൂട്ടരും ലോകത്തിലുള്ള മനുഷ്യരെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം അയക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണാം, ഒരു ചണവസ്ത്രധാരിയായ ഒരു മാലാഖ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ നാട്ടിലെ പ്രശ്നങ്ങൾ കണ്ട്, തിന്മ കണ്ട് ആരാണ് കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്നത്? അവരുടെ നെറ്റിത്തടത്തിൽ അടയാളം ഇടണം. എന്നിട്ട് ബാക്കി എല്ലാ ദൂതന്മാരോടും ദൈവം പറയുകയാണ്, നിങ്ങൾ പോയി ബാക്കി എല്ലാം നെറ്റിത്തടത്തിൽ അടയാളം ഇല്ലാത്ത എല്ലാവരെയും നശിപ്പിച്ചോളാൻ പറയുകയാണ്. അങ്ങനെ ദേവാലയത്തിൽ തന്നെ തുടങ്ങിക്കോളാൻ ദൈവം ഓർഡർ കൊടുക്കുകയാണ്. കുഞ്ഞുങ്ങളെ വരെ വെറുതെ വിടരുതെന്നാണ് പറഞ്ഞത്. കാരണം കുഞ്ഞുങ്ങളിലൂടെയാണല്ലോ തിന്മയുടെ ശക്തി അടുത്ത തലമുറയിലേക്ക് വരുന്നത്. അപ്പം പ്രിയപ്പെട്ടവരെ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുക, ലോകത്തിലെ തിന്മ കാണുമ്പോൾ കരഞ്ഞ് നിലവിളിക്കുക, അല്ല അവരെ ശിക്ഷിക്കണമെന്നല്ല, അവരുടെ ആത്മാക്കളും രക്ഷപ്പെടണം. അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ നെറ്റിത്തടത്തിൽ ദൈവം നേരിട്ടൊരു സംരക്ഷണ മുദ്ര തരുന്നുണ്ട്. അപ്പം അവർ മരിച്ചാലും അവർ ശുദ്ധീകരണ സ്ഥലത്തിലൊന്നും പോകില്ല. കാരണം അവർ ദൈവത്തോട് കൂടെ തന്നെയാണ്. ദൈവത്തിൻ്റെ സംരക്ഷണം അവരോടുകൂടി എപ്പോഴും ഉണ്ടാകും. അപ്പം നമുക്കങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സൈന്യങ്ങൾ എന്ന് പറയപ്പെടുന്നവരാണ് ഇവർ. അപ്പോൾ അവർക്ക് അത്രമാത്രം വലിയ സ്ഥാനമുള്ളവരാണ് ദൈവസന്നിധിയിൽ. അതുപോലെ റഫായേൽ മാലയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഉള്ളവരാണ് മാലാഖമാരാണ് ഉറിയേൽ മാലാഖ, റഹുയേൽ മാലാഖ, പിന്നെ ഊറിയേൽ മാലാഖ. ഇവരൊക്കെ മുഖ്യദൂതന്മാരിൽ പെടുന്നവരാണ്. അപ്പോൾ ഇവരൊക്കെ ശത്രുക്കളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. പിന്നെ അടുത്തുള്ളതാണ് കാവൽ മാലാഖമാർ. ഇവരാണ് 9-ാം ഗണത്തിൽ പെടുന്നവർ.
കാവൽ മാലാഖമാരുടെ നേതാവാണ് റഫായേൽ മാലാഖ. പ്രിയപ്പെട്ടവരെ, കാവൽ മാലാഖമാർ വഴിയായിട്ട് ഒത്തിരി ഒത്തിരി നന്മകൾ നമുക്ക് നേടിത്തരുന്നവരാണ്. അപ്പം കാവൽ മാലാഖ നമ്മളെ സഹായിക്കുന്ന ചില രീതികൾ ഈ പുസ്തകത്തിലുണ്ട്, ഞാനത് പറയാം. അപ്പം ഓരോ രാജ്യത്തിനും പ്രത്യേകം കാവൽ മാലാഖമാരുണ്ട്. ഓരോ സഭയ്ക്കും പ്രത്യേകം കാവൽ മാലാഖമാരുണ്ട്. ഓരോ വ്യക്തികൾക്കും മാലാഖമാരുണ്ട്. എസെക്കിയേലിൻ്റെ പുസ്തകം 28:14 പറയുന്നുണ്ട്, ഒരു അഭിഷിക്ത കെരൂബിനെ നിനക്ക് ഞാൻ കാവൽ നിർത്തി. അപ്പോൾ ഈ അഭിഷിക്ത കെരൂബാണ് മാലാഖ. നമ്മൾ ആരും പാപം ചെയ്യാതിരിക്കാനും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിനും നമ്മളെ സഹായിക്കുന്നതാണ് കാവൽ മാലാഖമാർ. ഇവരെക്കുറിച്ച് പറയുന്നത്, ഇവർ ദൈവത്തിൻ്റെ വിധിയെപ്പറ്റി ഒരു ഭയമുണർത്തി നാശത്തിലൂടെ ചരിക്കുന്നവരെ അവർ തിരുത്തുന്നു. രണ്ടാമത്, മനുഷ്യരോട് ചേർന്ന് അവർ പ്രാർത്ഥിക്കുന്നു. അവരുടെ നന്മ പ്രവൃത്തികളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ എത്തിക്കുന്നു. മനുഷ്യരുടെ പ്രാർത്ഥനകൾ മാലാഖമാരുടെ സ്തുതിപ്പുകളോട് ചേർത്ത് കൂടുതൽ യോഗ്യതയോടെ ദൈവത്തിന് സമർപ്പിക്കുന്നു. ദൈവത്തിൽ നിന്ന് എല്ലാ നന്മകളും സ്വീകരിക്കാൻ കാവൽ മാലാഖമാർ നമ്മളെ സഹായിക്കുന്നു. വേറൊന്നുള്ളത്, അപകടത്തിൽ രക്ഷ നൽകുന്നു. പ്രത്യേകമായി തിന്മയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നു. അതുപോലെ യാത്രാവേളകളിലും എല്ലാം എപ്പോഴും നമുക്ക് കാവൽ നിൽക്കുന്നു. അപകടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നത് ഈ മാലാഖമാരാണ്. പിന്നെ മരണസമയത്ത് നമ്മുടെ ആത്മാവിന് സംരക്ഷണം കൊടുക്കുന്നതും ദൈവസന്നിധിയിൽ എത്തിക്കുന്നതും നമ്മുടെ കാവൽ മാലാഖ തന്നെയാണ്. പിന്നെ പിശാച് തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ എപ്പോഴും മാലാഖമാർ ശ്രദ്ധാലുവാണ് നമ്മുടെ ഈ കാവൽ മാലാഖമാർ. ലൂക്കായുടെ സുവിശേഷം 16:22 നമ്മളൊരു സംഭവം കാണുന്നുണ്ട്, ലാസറിൻ്റെയും ധനവാന്റെയും മരണത്തെക്കുറിച്ച് അല്ലേ. അപ്പം ലാസറിനെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയത് ഈ നമ്മുടെ കാവൽ മാലാഖയാണ്. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് കാവൽ മാലാഖമാർ സന്ദർശിക്കുമെന്നാണ് പറയുന്നത്. പാപശുദ്ധീകരണത്തിന് ശേഷം അവരെ മാതാവിൻ്റെ അപേക്ഷയാൽ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊട്ടിക്കൊണ്ട് ഇവർ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കാവൽ മാലാഖ എപ്പോഴും ദൈവത്തെ പുകഴ്ത്തുന്നു. അതിനായി മനുഷ്യരെയും പ്രേരിപ്പിക്കുന്നു ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ. പാപപ്രവണത ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമ്മെ തടയുന്നത്, അവരുടെ ചിറക് വിരിച്ച് അവർ തടഞ്ഞ് പാപം ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നടക്കാതെ നമുക്കൊരു മറവ് തരുന്നുണ്ട് അവർ. പ്രത്യേകിച്ചും കുട്ടികളൊക്കെ പാപം ചെയ്യാതിരിക്കാൻ മാലാഖമാരോട് ഒത്തിരി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കുട്ടികൾ. കാരണം അവർ ചിറക് വിരുത്തി ആ പാപം ചെയ്യ സാഹചര്യങ്ങളെ മറപ്പിച്ച് കളയുന്ന പറയുന്നത്. പിന്നെ ഇവർ പാപത്തിൻ്റെ ഫലത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പിന്നെ വീണ്ടും വിചാരം നൽകി പരിഹാര ജീവിതത്തിലേക്ക് നമ്മെ ഇവർ നയിക്കുന്നു. തെറ്റ് ഏറ്റുപറയാൻ ശക്തിയും പ്രചോദനവും ഈ മാലാഖമാർ തരുന്നു. പ്രതികാര പ്രവൃത്തിയും പ്രതികാര ചിന്തയും വെടിയുവാൻ നമ്മെ ഇവർ പ്രേരിപ്പിക്കുന്നു. അവയുടെ ചിറകിൻ കീഴിൽ നമ്മെ സംരക്ഷിക്കുന്നു. മോശമായ കാഴ്ചകൾ നാം കാണാതിരിക്കാൻ നമ്മുടെ മുമ്പിൽ ചിറക് വിരിച്ച് നിൽക്കും. നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ശക്തിയും സഹായവും ഈ മാലാഖമാർ തരുന്നു. വെറുപ്പ് മൂലം അകന്നിരിക്കുന്നവരോട് അവരെ ഒന്നിപ്പിക്കാൻ ഈ മാലാഖമാർ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് തരുന്നു. ഇപ്പം നമ്മൾ മറവിയുള്ള ഒരാളാണെങ്കിൽ എൻ്റെ കാവൽ മാലാഖ എൻ്റെ കാര്യം ഒന്ന് ഓർപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് അവർ തരും. അതുപോലെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്, യാത്രയ്ക്ക് പോകുമ്പം വണ്ടി കിട്ടാൻ സാധ്യതയില്ല. ഇവരോട് ഞാൻ എപ്പോഴും പറയും, ഇവരൊരു 5 മിനിറ്റ് താമസിപ്പിക്കണേ, വണ്ടി 10 മിനിറ്റ് താമസിപ്പിക്കണേ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ അവർ അതുപോലെ കൃത്യം ചെയ്യും. അപ്പോൾ എന്ത് കാര്യങ്ങളും നമുക്ക് വേണ്ടി കൃത്യമായിട്ട് ചെയ്തു തരുന്നവരാണ് കാവൽ മാലാഖമാർ. അതുപോലെ ദൈവിക ദർശനമോ സാന്നിധ്യമോ ഒക്കെ നമുക്കുണ്ടാകാൻ വേണ്ടി ഈ മാലാഖമാരോട് പ്രാർത്ഥിച്ചാൽ അവർ നമുക്ക് സാധിച്ചു തരുന്നു. പിന്നെ കാണാതെ പോയ വസ്തുക്കളൊക്കെ മാലാഖ അതെവിടെയാണ് മാലാഖ ഒന്ന് ചോദിച്ചാൽ അവർ സാധിച്ചു തരുന്ന അനുഭവമുണ്ട്. അതുപോലെ മറ്റു വ്യക്തികളെ ഓർമ്മിപ്പിച്ച് കൊടുക്കാനായിട്ട് ഈ മാലാഖമാർ സഹായിക്കുന്നു. പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികൾ, അവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തോക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങളുടെ കാവൽ മാലാഖയോട് പറയാം, നമ്മുടെ പേപ്പർ നോക്കുന്ന അധ്യാപകരുടെ മാലാഖയെ വണങ്ങണം, എന്നിട്ട് നല്ല മാർക്ക് ഇടിയിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെല്ലാം നല്ല വിജയത്തോടെ വിജയിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, നമുക്കിപ്പം വിദേശത്ത് പോകണം, നല്ല ജോലി കിട്ടണം, അങ്ങനെയെങ്കിൽ ഈ മാലാഖമാർ നമ്മളെ എപ്പോഴും സഹായിക്കുന്നവരാണ്.
അതുകൊണ്ട് ഈ മാലാഖമാരുടെ സഹായം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇവരെ അറിയാത്തത് കൊണ്ടും ഇവരോട് പ്രാർത്ഥിക്കാത്തത് കൊണ്ടും പ്രിയപ്പെട്ടവരെ ഇവർക്ക് നല്ല വിഷമമുണ്ട് നമ്മളോട്. കാരണം ഇവർ വെറുതെ നമ്മുടെ കൂടെ നടക്കുന്നു, വ്യാപരിക്കുന്നു. ഇവരുമായിട്ടൊരു കൂട്ടുകൂടിയാൽ അതിൻ്റെ ഒരു സന്തോഷം അത് വർണ്ണിക്കാൻ പറ്റാത്തതാണ്. അപ്പം ഇങ്ങനെ മാലാഖമാർ നമ്മളെ നവോർന്ന മാലാഖമാരെന്ന് പറയുമ്പോൾ നമ്മൾ അവരുമായിട്ട് ഇടപെടുകയും സംസാരിക്കുകയും അവരെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന ഉപകാരം ഉണ്ടാകുക. അതുകൊണ്ട് നമുക്ക് ഇനിയും തുടങ്ങി നമ്മുടെ കാവൽമാലാഖ, നമ്മൾ ചിലപ്പോൾ അവരുടെ പേര് ചോദിച്ചാൽ അവർ വെളിപ്പെടുത്തി തരും. അതുപോലെ അവരെ ഒന്ന് കാണിച്ചു തരണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അവർ നമുക്ക് കാണപ്പെടുന്ന രീതിയിലൂടെ ആക്കിത്തരും. അപ്പം നമുക്ക് ഈ മിഖായേൽ മാലാഖയോടും എല്ലാ നവോർന്ന മാലാഖമാരോടും ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നീ ഈ സ്വർഗീയ ദൂതഗണങ്ങളെ ഈ മനുഷ്യരുമായിട്ട് ഇടപെട്ട് മനുഷ്യനെ തിന്മയിൽ നിന്ന് മാറ്റി അവരെ നന്മയിലൂടെ നയിച്ചുകൊണ്ട് അങ്ങയുടെ പക്കൽ എത്തിക്കാനാണല്ലോ നിൻ്റെ പ്ലാനുകളും പദ്ധതികളും. എന്നാൽ ലോകത്തിൻ്റെതായ വസ്തുക്കളുടെ പുറകെ ഞങ്ങളുടെ നേട്ടം വെച്ചതുകൊണ്ട് ദൈവിക കാര്യങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയതാണ്. നല്ല ഈശോയെ, ഈ നിമിഷം തുടങ്ങി അവിടുത്തെ ദൂതന്മാരെ ഞങ്ങളുടെ പക്കലേക്ക് അയക്കണമേ. ദൂതന്മാർ ഞങ്ങളെ പഠിപ്പിക്കട്ടെ, ദൂതന്മാർ ഞങ്ങളെ വഴി നടത്തട്ടെ. ഓ ഈശോയെ, ഞങ്ങൾ അപകടങ്ങളിലൂടെ ചരിക്കാതിരിക്കാൻ ഇവരെപ്പോഴും ഞങ്ങളെ വഴി നടത്തണമേന്ന് അങ്ങ് അവരെ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു വിടണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അങ്ങയുടെ സന്നിധിയിൽ നിന്ന് വന്നവരാണ്. എന്നാൽ അങ്ങയുടെ പക്കൽ ഞങ്ങളെല്ലാം തിരിച്ചു വരണമെന്നാണല്ലോ നിൻ്റെ പദ്ധതി. ഈശോയെ, അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം സ്വർഗീയ കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കാൻ ഈ ദൂതന്മാരെ എല്ലാം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. ആമേൻ.